കേരളത്തിൽ ആദ്യമായിട്ട് ഗുളിക അൺബോക്സിങ്. ഈ വീട്ടിലെ ഞങ്ങളുടെ അമ്മ കഴിക്കുന്ന ഗുളികയാണ് ഈ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ചൊറിച്ചിൽ. ഇതെന്തുവാ, ചെവിക്കായോ? ഇതും ചൊറിച്ചിലാണോ? ഇതും ചൊറിച്ചിൽ. ചൊറിച്ചിലിന് എന്താ രണ്ട് ഗുളിക? നമ്മുടെ ചൊറിച്ചിൽ ഒരു ഗുളിക കഴിച്ചാൽ മാറത്തില്ലയോ? ചോദിച്ചാടാ, ചൊറിച്ചിൽ ഒരു ഗുളിക കഴിച്ചാൽ മാറത്തില്ലയോ? അമ്മ രണ്ട് ഗുളിക. എന്തൊന്നും മിണ്ടാതെ. അടുത്തത് നടു. നടുവിന് എന്തോ ഇത്? ഓയിൽമെന്റോ? വീണ്ടും നടു. വീണ്ടും നടു. ഇത് കൈ. ഇത് കൈ. ഇതും കൈ. ഇത് നമുക്ക് എല്ലാത്തിനും രണ്ടെണ്ണം വെച്ച്. രണ്ട് കൈ. അതാണോ? രണ്ട് കൈക്ക് രണ്ട് കൈ. ഇതും കൈ. അപ്പൊ മൂന്ന് കൈ. അതേത് കൈ? അതാ കൈക്കാണോ മൂന്ന് കൈ? മൂന്ന് കൈ. ഇതും കൈ. നാല് കൈ. അച്ഛന് രണ്ട് കൈ. ഇത് പേരില്ലല്ലോ. ബി പി. ബി പി വൈകിട്ട്. അതെന്താ ബി പി? ബി പി വൈകിട്ട്, ബി പി രാവിലെ. ഇതെന്തോ രാവിലെ ബി പി, വൈകിട്ട് ബി പി. രാവിലെ അടിയിടുമ്പോ പിന്നെ വൈകിട്ട് അന്നേരം ഒരു ഗുളിക കഴിക്കണ്ടായോ? അതിനാ അങ്ങനെ വെച്ചേക്കുന്നത്. രാവിലെ ആരുമായിട്ട് അടിയിട്ട്? അച്ഛനുമായിട്ട് അടിയിടണ്ടായോ? അപ്പം പിന്നെ അതിന്റെ ഗുളിക വേണ്ടായോ? ടെൻഷൻ കയറത്തില്ലേ? അപ്പൊ ബി പി അങ്ങ് ഹൈ ആവും. വൈകിട്ട് ടി വി എടുക്കാതിരിക്കുമ്പോ നിങ്ങളൊക്കെ ഓടി വെച്ചിട്ട് ഓരോ എന്തോന്നും കൊണ്ടുണ്ട്. അതെന്തിയമ്മേ, ഇതെന്തിയ, തുണി എന്തിയ, മണി എന്തിയെന്ന് ചോദിച്ചോണ്ട് ഓടി വരുമല്ലോ. അന്നേരത്തേക്കാ ഒരു ഗുളിക. എല്ലാ ഗുളിക എല്ലാം കൂടെ മേടിച്ചോ കഴിക്കുവാന്നും പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ ആവശ്യത്തിനല്ലേ ഗുളിക കഴിക്കുന്നത്? എണ്ണാൻ വന്നേക്കുന്നു. 1 2 3 4 5 6 7 8 9 10 11 ഗുളികയാ കഴിക്കുന്നത്. 11 ഗുളിക. അതെ, ഫുൾ ഗുളികയിലാ ഓട്ടം. എന്നിട്ടും ചോദിക്കുന്നത് ഇവിടെ നീ എന്തോ എടുക്കുവാന്നാ ചോദിക്കുന്നത്. അതാരാ ചോദിച്ചത്? നീയും നിങ്ങളും ചോദിക്കും. അതാരാ? രാവിലെ എന്തുവായിരുന്നു? എന്താ അച്ഛൻ രാവിലെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു? രാവിലെ എന്താ അമ്മ ബിപിയുടെ ഗുളിക കഴിച്ചില്ലയോ? അച്ഛനോട് എന്ത് ചോദിച്ചാ അമ്മ? പറയത്തെ അച്ഛനോട് എന്താ അമ്മ ചോദിച്ചേ? അച്ഛനോട് എന്തോ അച്ഛന് സങ്കടമാണെന്ന് ഞാൻ അമ്മ ചോദിച്ചല്ലോ. എന്ത് ചോദിച്ചേ? എന്തോ അങ്ങനെ ചോദിക്കാൻ കൊള്ളാവോ? നീ നിന്റെ കാര്യം നോക്ക്. ഞാൻ അങ്ങനൊന്നും ചോദിച്ചില്ല. ഇവിടെ ക്യാമറ ഉണ്ട്, അടുത്ത് വെച്ച് നോക്ക്. ഞാനുണ്ടോ നോക്ക്. ഇപ്പൊ പറഞ്ഞോ ഇല്ലയെന്നുള്ളത്. രാവിലെ എന്തുവായിരുന്നു രണ്ടും കൂടെ? അമ്മ ബിപിയുടെ ഗുളിക കഴിച്ചില്ലായിരുന്നു? ഇല്ല, കഴിക്കുന്നില്ല നീ മുതൽ. എന്താ ഞാൻ ചെയ്യുന്ന ഒരു ജോലിയും ചെയ്തിടവില്ല. നീയോ നിന്റെ അച്ഛനോ ശ്രീകുട്ടനോ ചെയ്യുന്നിടം എല്ലാം അങ്ങ് വലിയ വലിപ്പവാ. അവര് ചെയ്യുന്നതേ ഉള്ളു ജോലി. ബാക്കിയുള്ളവര് നേരം വെളുത്ത് എഴുന്നേറ്റ് വൈകുന്നേരം വരെ ജോലി. എന്നിട്ട് ചോദിക്കുന്ന നീ ഇവിടെ എന്താ എടുക്കുവാന്നാ? ബാക്കിയുള്ളവൻ ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര ജോലി. ഇല്ല, അതാർക്കും കണക്കുമില്ല, ഒന്നുമില്ല. ഐസ്ക്രീമിന് ഓർഡർ ചെയ്ത് അത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന്. അന്നേരം പവർ കട്ടായിരുന്നു. അപ്പം അതെടുത്ത് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തോ എന്താണ് തെറ്റാണ്. ഇൻസ്റ്റാൾമെന്റാ. ഓ, നീ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത് ഇല്ല. എന്നിട്ട് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് എന്തോ ഒരു വേളമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ ഉണ്ണിക്കുട്ടാ, നിന്നോട് ഐസ്ക്രീം ഇടാൻ പറഞ്ഞു. അപ്പൊ മോൻ പറഞ്ഞു എന്തുവാ? ഞാൻ മരുവാ. അല്ല, ഞാൻ മരുവാന്നാ പറഞ്ഞത്. മരുവാന്നൊന്നും മോൻ പറഞ്ഞില്ല. ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് ഇവിടെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വെച്ച്. അത് കേട്ട പുറയിൽ ഓടി അവിടെ ചെന്ന് എല്ലാം പെറുക്കി ഇറക്കി ഷീറ്റ് വിട്ട് എടുത്തങ്ങ് വെച്ച്. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ? ഒരാൾ ഇടാ അല്ലെ പിന്നെ നിന്നോട് ചോദിക്കരുതായിരുന്നു. ഞാൻ പറയുന്നതിന് ന്യായമുണ്ടോ? മോൻ ഇടാമെന്ന് പറഞ്ഞത് കേട്ടോണ്ട് ഓടിപ്പോയേക്കുന്നു ഐസ്ക്രീം പാത്രം തുറന്നിടാന്. അവിടെ ആര് വന്ന ഐസ്ക്രീമിന്? ഞാൻ പറയുന്നതിന് കുറ്റമുണ്ടോ? പറ. അവിടെ ആള് വരുന്നതിന്റെയാണോ കാര്യം? കറണ്ട് ഇല്ലാതെ കിടക്കുന്ന സാധനം വന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സ്വയം എന്തിനാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് എന്തോന്നെ, കറണ്ട് വരുന്നതിന് മുമ്പ് അത് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അരിയാതെ കിടക്കും. അപ്പൊ ആർക്കും മരുകൾ കൊടുക്കാം. ബേസ്ബോർഡിനകത്ത് വെച്ചാലും അരിയാതിരിക്കും. അയ്യോ, സൈഡും കൊണ്ട് സൈഡിന്റെ കാര്യമാണ്. ഇത്രയും പൈസ മുടക്കി കൊണ്ടുവന്ന സാധനം വെള്ളമായി പോയി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇതൊന്നും ചോദിച്ചില്ല. ഒരാൾ ഇടാവെന്ന് പറഞ്ഞപ്പം പെട്ടപാടെ പോയി അത് എടുത്തിടേണ്ട കാര്യം എന്ത്? ഒരാൾ ഇടാവെന്ന് പറഞ്ഞു, അവന്റെ ബാത്റൂമിലോട്ട് കേറിയിട്ട് വരും. അതിന് ഞാനെന്തോ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഇദ്ദേഹം വന്നില്ലേ അറ്റാക്ക് ചെയ്തത്? അതിനെല്ലാം കൂടെ ഈ ഗുളിക അത് മേടിച്ചില്ല.
അത് നടുവിന് ഇടിച്ചതാ പണ്ട്. ആരിടിച്ച് മരുന്ന് ആരും പിടിച്ചു ഇവരൊക്കെ ഇടിച്ചതാ. അവരൊക്കെ ഇടിച്ച്. നട്ടലിന് ഡോക്ടറിനോട് ചോദിച്ചു പിന്നെ ആരാ ചേച്ചിയെ അടിച്ചതെന്ന് അറിയാവോ? PSM-ലെ ഡോക്ടർ ചോദിച്ചതാ. അവിടെ അങ്ങോട്ട് കോളേജിൽ അങ്ങോട്ട് പഠിക്കുമ്പോ നെല്ലിപ്പുള്ളിയുടെ മേളിൽ അങ്ങോട്ട് കയറി കണ്ടു നെല്ലിപ്പുള്ളി കയറി അവിടെ മറിഞ്ഞു വീണു. ഇല്ല ഇപ്പൊ രാധാച്ചൻ ഇടിച്ചു കൊണ്ടുപോയി വണ്ടിയെന്ന് ഉരുട്ടി ഇട്ടതാ. ഇരിക്കുവാ ഞെളിഞ്ഞ്. വണ്ടിയെ കൊണ്ടുപോയി ഇട്ടേന്റെയാ, അടിച്ചു വീണേന്റെയാ. അതില് വലിയ വെച്ച് ഇപ്പം വീണില്ലേ ഊഞ്ഞാലേന്ന്? ഒന്നുമില്ല. എന്തായാലും വണ്ടിയേന്ന് വീണത്രയും ഊഞ്ഞാലേന്ന് നിങ്ങൾ അതൊന്നും പറയണ്ട. 90 പോകുന്ന വണ്ടിയില അല്ലെ 80 60 പോകുന്ന വണ്ടിയെന്ന് അത്രയും സ്പീഡിൽ അടിച്ചു വീണതും ഒരു ഊഞ്ഞാലേന്ന് വീണതും തുല്യമാണെന്ന് നിങ്ങൾ എന്നോട് പറയണ്ട. ഈ ഗുളിക ഇത്രയും കഴിക്കുന്നില്ലയോ? അതാ വണ്ടിയെ കൊണ്ടേ ഉരുട്ടിയിട്ടേന്റെ നടുവിന്റെ ഒക്കെ. ഡോക്ടർ എന്നോട് പ്രത്യേകം ചോദിച്ചു എവിടെങ്കിലും ഉരുണ്ട് വീണോ വല്ലതും അടിച്ചോ ചേച്ചി എന്ന്. അറിയാവോ? സ്നേഹത്തിൽ ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് പോകും. വണ്ടിയെ കയറുമ്പോൾ കൊണ്ടുപോകാം, അവിടെ പോവാം ഇവിടെ പോവാന്ന്. എന്നിട്ട് പാഞ്ഞു പറിച്ച് ഹമ്പും കാണത്തില്ല ഒന്നും കാണത്തില്ല ഉരുട്ടി തല്ലി താഴെ ഇട്ട്. എന്നിട്ട് പറഞ്ഞു ഊഞ്ഞാലേന്ന് വീണതാന്ന്. ഊഞ്ഞാലേന്ന് ആശുപത്രി പോയി മറ്റേ എങ്ങും പോയി തുടത്തില്ല, വൃത്തി കാണിക്കാൻ വേണ്ടി ആശുപത്രി ബാത്റൂമിൽ ഇങ്ങനെ നടന്ന് അവിടെ പോയി അടിച്ചു വീണു. അതെന്താ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതും ഇതും നമ്മൾ എന്ത് വ്യത്യാസമുണ്ട്? ഇത് വണ്ടിയെ പോയി ഉരുട്ടി ഇടുന്ന കൂട്ടാണോ? വണ്ടിയിൽ എന്ത് കാര്യം? ആരും എന്റെ പിന്നെ ഭാര്യ എന്ന് വിചാരിച്ചോണ്ട് ഞാൻ അറിഞ്ഞോണ്ട് ഞാൻ ആരെയും ഉരുട്ടിയിടത്തില്ല. ഇപ്പൊ എല്ലാരും കളിയാക്കുന്നു, ഇത്രയും ഗുളിക കഴിക്കുന്നു, ഇത്രയും ഗുളിക. അന്ന് കൈ അടിച്ച് വീണേന്റെ കൈക്ക് വേദന, നടുവ് വേദന, ഇപ്പൊ എല്ലാം കൂടെ ഇളകിയേക്കുവാ. ആരോട് പറയാൻ? ഞാൻ മനഃപൂർവ്വം ചെയ്ത വണ്ടി ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ മറിഞ്ഞു വീഴും. ദിവസവും ആൾക്കാർ മറിഞ്ഞു വീഴുന്നില്ലേ വണ്ടി? അതൊക്കെ മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണോ? എന്തോല്ല അവിടെ ഒരു ദിവസം റോഡിൽ നടക്കുന്നുണ്ട്. ഒന്നായതിന്റെ കാര്യമല്ല പറഞ്ഞു. എന്താ പറഞ്ഞാലും പറയാം നടുവാനും എടുക്കാൻ പറയാം അന്ന് ഞാൻ വണ്ടിയെ ഉരുട്ടിട്ടാണ്. ഇത്രയും ഗുളിക കഴിക്കുന്ന ഞാനല്ലേ? നിങ്ങൾ ആരും ഇപ്പം വാചകം അടിക്കാനല്ല പറ്റുന്നുള്ളൂ. എല്ലാരും വാചകം അടിക്കുന്നല്ലേ? ഞാനല്ലയോ ഗുളിക കഴിച്ച് മയങ്ങി ഇവിടെ കിടക്കുന്നത്? എന്തുവാ? ഒന്നുമില്ല പോ. അടിച്ചു വെച്ചിരിക്കും വണ്ടിയിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി. താമര മുള്ളംകൊല്ലി വേല ഇതിന്റെ ടാറ്റുവാണ്. തൃശ്ശൂരൊക്കെ അടിച്ചേക്കുന്നത്. തൃശ്ശൂരൊക്കെ അത് പറ. പിന്നെന്ത് പറ? എന്തോ ഇത്രയും എന്നാലും എല്ലാം ചെയ്യുന്നില്ലേ? ഇഴഞ്ഞായാലും എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ലയോ? പിന്നെന്തുവാ? വന്ന് അനങ്ങാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്നും വയ്യ, ഒരു ജോലിയും ചെയ്യാൻ വയ്യ. കട്ടിലേ തന്നെ കിടക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അതേ ഉള്ളൂ, കട്ടിലേ തന്നെ അങ്ങ് സ്ഥിരം കിടക്കുക, അത്രേ ഉള്ളൂ. ഒരു വാ ചെയ്യുന്നുമില്ല, എല്ലാവരുടെ പോയി ചെയ്യും. ചോദിക്കട്ടെ ഇപ്പൊ ഇതിനൊന്നും പറ്റുമെന്ന് ചോദിക്കും. എന്തോ വയ്യാന്നില്ലേ പറഞ്ഞത്? ഇപ്പം മേളിലൊക്കെ കയറാനാണോ? ഇല്ല, ഇത്രയും മരുന്ന് മേടിച്ച് വെച്ച് ഇതാരാ കഴിക്കുന്ന? പിന്നെ അമ്മയല്ലേ പറഞ്ഞു അമ്മയ്ക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞു. അപ്പൊ ഇതിനൊന്നും കുഴപ്പമൊന്നും ഇല്ലയോ? വേണ്ട എത്തി നോക്കുന്നു. പിന്നെ അമ്മയില്ല, അമ്മയ്ക്ക് അനങ്ങാൻ പോലും ഇന്നിക്കാൻ വയ്യാന്നോട് ഇതിന്റെ മണ്ടക്കേറി കയറിയേക്കുന്നു. അതിനൊന്നും കുഴപ്പമില്ലയോ? എന്നോടൊരു പാത്രം എടുക്കാൻ വേണ്ടി നിനക്ക് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അമ്മ പറഞ്ഞായിരുന്നല്ലോ അച്ഛനോട്. ഞാൻ പറഞ്ഞു ഇപ്പൊ വരാം, എന്നിട്ട് അച്ഛൻ ചെയ്തു. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇപ്പൊ ചെയ്യാം, ഇപ്പൊ വരാമെന്ന്. അത്രയാണ് അമ്മയ്ക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അരമണിക്കൂർ കൊണ്ട് നോക്കിയിരിക്കോ രണ്ടുപേരെ? ഒരു ശരിവ് അതിനകത്തൊന്നും എടുക്കാനൊന്നും. 2 ദിവസം ബെഡ് റെസ്റ്റ് എടുക്ക്. അയ്യോ എന്തോ ഒരു അരമണിക്കൂറായി ഒരു പാത്രം എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പം വന്നേക്കൊന്ന് പാചകം ഓടിച്ചോണ്ട് അച്ഛൻ കയറുമ്പോഴല്ല അമ്മയ്ക്ക് ഇറങ്ങി. എന്തോ ഞാൻ എടുത്ത്. നീ എന്തിനാ കേറുന്നത്? എനിക്കറിയാം കേറിയ കൂട്ട് ഇറങ്ങാനും വേണ്ട, ഒന്നും പിടിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം. എനിക്കറിയാം, അറിയാൻ മതി, ആരും പിടിക്കണ്ട. പണ്ടത്തെ പിള്ളേരായിട്ട് കുഴപ്പമില്ല. ഇതെന്തുവാ? അമ്മയ്ക്കല്ലേ വെയിറ്റ് ഒന്ന് പൊക്കാൻ വയ്യാന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ ബക്കറ്റ് വെള്ളം കൂടെ പൊക്കാനൊക്കെ പറ്റുമോ അമ്മയ്ക്ക്? ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടോ? ശരിക്കും എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടോ? ബക്കറ്റ് വെള്ളം കൊണ്ട് ഓടുന്നു. എന്തുവാ അമ്മയ്ക്കല്ലേ വെയിറ്റ് വെക്കാൻ വയ്യാതെ കൈക്ക് തേയ്മാനം അവിടെ തേയ്മാനം പറഞ്ഞിട്ട് ഇത് അമ്പലെടുത്ത് പൊക്കുന്നോ? എന്തോ പറയാനോ? അതും 5.5 കിലോയുടെ ഒക്കെ എടുത്ത് ഒരു കൈ കൊണ്ട് പൊക്കുന്നു. ശരിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഇത് കള്ളത്തരം മാത്രമേ ഉള്ളല്ലോ. ഇതെവിടെ നീ കമ്മല്? അവിടെ നിൽക്കുക അഭിനയം.
ഷോ എന്നോട് അച്ഛനാ പറഞ്ഞത് അതെടുത്ത് പൊക്ക് കൈക്ക് നല്ല എക്സസൈസ് ആണെന്ന്. അമ്മയെ അങ്ങോട്ട് കിടത്തി ഇടാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞതാ. വെയിറ്റ് ഒന്നും പൊക്കരുത് കൈക്ക് തേയ്മാനം ഉള്ളപ്പോഴ്. എന്തോ പറയാന്ന് പറഞ്ഞ ഡമ്പലെടുത്ത് പൊക്കുന്നു കൈക്ക് തേയ്മാനം ഉള്ളവരൊക്കെ. ചോദിച്ചേടാ അച്ഛനാണോ അമ്മയോട് പറഞ്ഞത് വെയിറ്റ് എടുത്ത് പൊക്കിയ ഡമ്പല് പൊക്കിയ കൈയുടെ തേയ്മാനം മാറുമെന്ന്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ചെറിയ വെയിറ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞു. അല്ല 5.5 കിലോയുടെ ഡമ്പല് 5.5 കിലോയുടെ ഡമ്പൽ പൊക്കിയിട്ടാണോ കൈയുടെ തേയ്മാനം മാറ്റുന്നത്? അച്ഛൻ എന്തൊരു അച്ഛനാച്ചാ? അച്ഛൻ തന്നെയാടാ. ഞാൻ ഒന്ന് BSME ഞാൻ പോയി വന്നിട്ട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അവിടെ കല്ല് കെട്ടി കിടക്കണമെന്ന് ഒരാഴ്ച. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെറിയ വെയിറ്റ് ഒക്കെ എടുക്കും പ്രോബ്ലം. കൈ കല്ല് കെട്ടി കിടക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് കാലെടുത്ത് കെട്ടി ഇടണോ കാലോട്ട്, അല്ല കൈയിട്ട് പൊക്കുമല്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ചെയ്യാനാ പറഞ്ഞു. ചേച്ചി വെയിറ്റ് ഇട്ട് കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിന് പകരമാണ് വെയിറ്റ് പൊക്കുന്നേ. അതിന് വരെ വെയിറ്റ് പൊക്കിയാ മതിയെന്ന് അത് അച്ഛനാണോ? MBBS രാധയാണോ ഇത്? ഞാൻ ചെറിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 ഗ്രാം 100 ഗ്രാം അത്രേ എന്നോട് പറഞ്ഞിട്ട് അമ്പലം അവിടെ കിടക്കുന്ന ശ്രീകുട്ടന്റെ മോളെടുത്തൊന്ന് പൊക്ക്, അതെന്നാലേ കൈക്ക് വേദനയൊക്കെ അങ്ങ് മാറുമെന്ന്. വേറെ മോളെ നോക്കാനാ മോളെ കിടത്തിയിട്ട്. അങ്ങനൊന്നും അല്ല മോനെ. ഞാൻ പറഞ്ഞ് വെയിറ്റ് എടുക്കുന്നവരും വലിയ 5 കിലോ 10 കിലോ എടുക്കുന്ന കാര്യമല്ലോ. പിന്നെന്തുവാ ഒരു 1-2 കിലോ ഒക്കെ ചുമ്മാ ഒന്ന് പൊക്കി എടുക്കാനാ പറഞ്ഞു. ഈ വയ്യാത്ത കൈ ഉണ്ടോ? എന്നെ ഒടിച്ചങ്ങാണ്ട് ഇടാനാ നോക്കിയത്. ഏത് സമയം ചോദിച്ചാലും പറയും ഞാൻ പിന്നെ സത്യം എന്റെ പൊന്നുമോൻ വന്നത് കൊണ്ടല്ലേ നമ്മളെ കൈ ഒടിഞ്ഞു പോയേനെ. എന്തൊരു അച്ഛനാച്ചാ അച്ഛൻ. അച്ഛൻ എന്തൊരു അച്ഛനാണ്. എന്തോ പറയാനാ. നീ എല്ലാം ക്ലിയർ ആവും. നോ പ്രോബ്ലം. സമാധാനമായിട്ടിരിക്കും. സന്തോഷം. പവർ കേട്ടോ. തടവി തരാൻ പറഞ്ഞു. വെയിറ്റ് ഒക്കെ ആളെ തടവി തരാ. ഹലോ കുടിക്കാൻ പോട്ടെ. ഇങ്ങോട്ടൊക്കെ വൈദ്യന്റെ അടുത്തൊക്കെ പോവാം നമുക്ക്. എന്നാ വൈദ്യന്റെ അടുത്ത് പോകുന്നത്? ഏടാ വൈദ്യന്റെ അടുക്കെ പോണം. എന്താ എന്താ അത് ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ അതൊക്കെ? അമ്മയോട് പറഞ്ഞല്ലേ പ്രഷർ കുറയാൻ വേണ്ടി നെല്ലിപ്പുളി അച്ചാർ തിന്നാ മതി അച്ഛനാ. അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി കൊടുത്തേ പ്രഷർ കുറയുമെന്ന് പറഞ്ഞിട്ട് നെല്ലിപ്പുളി. പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് നെല്ലിപ്പുളി കൊണ്ട് കൊടുത്തു. BP കുറയുമെന്ന് വല്ലവരും ചെയ്യും ഇതൊക്കെ. ഇത് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ തിന്നത്? പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ തന്നെ വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് ആരെങ്കിലും ഇടുവോ? എന്നിട്ട് ഐസ്ക്രീം എടുത്തു കൊടുക്കും എന്നും വൈകിട്ട് അച്ഛനെ. അത് 50-ന്റെ അല്ല 60-ന്റെ വേണം. കോണ് എന്നാലും ആ വെയിറ്റ് ഉള്ള കൈ. ഇനി വേണ്ടേ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാനും പകുതി ചെയ്തോളാം. കൂടുതൽ ഇവിടെ കിടന്ന് ഒന്നും ചെയ്യണ്ട കേട്ടോ. എല്ലാ ഹെൽപ്പിനും ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ. ഇത് സത്യം. ബാക്കും ക്ലീനർ ഇരിക്കുന്നു. എടുത്തിവിടെ എല്ലാം അടിക്ക്. വേണ്ട ഇപ്പം തന്നെ ചെയ്യണതാണ്ടിരിക്കുന്നു. മേടിച്ചോണ്ട് വന്നതാ. എടുത്ത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇച്ചിരി ചോറ് വിളമ്പിയൊക്കെ ചോറ് വിളമ്പി ആ പാത്രം അതിൻ്റെ കീഴിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങോട്ട് എടുത്തതാ. അതുകൊണ്ട് ആ പാത്രം ഇങ്ങനെ എടുത്തേ കുനിഞ്ഞ്. ക്ലീനർ അവിടെ ഇരിക്കട്ടെ. ഒന്ന് തൂത്ത് വാരി ഒന്ന് തുടയ്ക്കെന്നാലേ. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ബെഡ് റെസ്റ്റാ. തൂത്ത് വാരി എളുപ്പമാട്ടെ. എല്ലാം ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ലേ. കണ്ടോണം. ഇതാന്നോ പെരക്കാൻ തൂക്കുന്ന ചൂല? ഇത് കുഴപ്പമില്ല. ഇത് മിറ്റം തൂക്കുന്ന ചൂല. കൊണ്ടുപോ. എന്തുവാ അതിന് പറയുന്നത്? ഇന്റർലോക്ക് തൂക്കുന്ന ചൂല് എടുത്തോണ്ട് വന്ന് പെരക്കാൻ തൂക്കാൻ. അയ്യോ ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. പെരക്കാവുന്ന തൂക്കുന്ന ചൂല ഏതാ വടി ഏതാ ഒന്നുവാ. ഇത് മതി. വല്ലപ്പോഴൊക്കെ അടുക്കള കയറണമെന്ന് മനസ്സിലായില്ല. ആരാ? ഇപ്പൊ മനസ്സിലായി എല്ലാവർക്കും കേറുന്നുണ്ടെന്നുള്ളത്. ഒരു കോണീന്ന് അരിവും മൂലയൊക്കെ ഒതുക്കി അത് മാറ്റെടുക്കാത്ത എന്താ? എല്ലാം ചെയ്യാന്ന് പറഞ്ഞു. തൂത്തുപാര് ഇതെന്താ പോയത്? കഴിഞ്ഞോ? എവിടെ എന്തോ ഇരിക്കുന്നു ഇവിടെ. എല്ലാം കിടക്കുന്നു. ഇത്ര പെട്ടെന്നു? ഒരു ട്രിപ്പ് അടിച്ചു കളയാ.
ഇനി അടുത്ത് എന്തോ വേണ്ടേ? അയ്യോ മതി, ഞാൻ ചെയ്തോളാം. ചോറ് വിളമ്പിത്തരണം. ഒന്നും വേണ്ട, മതിയായി. ആ തൂപ്പോടെ എനിക്ക് മതിയായി. പാചകടി ഇത്രയൊന്നും ആയിരുന്നില്ലല്ലോ. ഓ, ഞാൻ ചെയ്തോളാം. വേദനയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ തിരുമ്മി തരാം കേട്ടോ. നല്ല ഒന്നാന്തരം കുഴമ്പൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കൂടുതൽ വേദന ഉണ്ടെങ്കിൽ പറയണേ കേട്ടോ. ഈ കൈയും തിരുമിക്കണ. അയ്യോ എനിക്ക് വയ്യായേ. ആ പുറം ഒന്ന് തിരുമിക്കുന്നു. എൻ്റെ ഈ പെടലിക്കൊന്ന് താഴോട്ട്. ആ ഇനി ഞാൻ ഇറങ്ങട്ടെ. എന്നാ ഈ നടുവിനും തിരുമിക്കണ. വയ്യായേ. എനിക്ക് ഉറക്കം വരുന്നത്, എന്നെ നോക്കാം. എന്നാ കാലിൻ്റെ മുട്ടിനങ്ങ് വേദനയണ്ണാ. ആണോ? എൻ്റെ മുട്ടിനങ്ങ് ഭയങ്കര വേദന, കാലിൻ്റെ മുട്ടിന്. ശരി, ഞാൻ ഉറങ്ങട്ടെ. നീ അണ്ണൻ ഉറങ്ങിക്കോണ്ട, കഷ്ടം പാവം. യോ മസിലി കയറുന്നു. യോ അതാണ്ടോ മസിലി കയറുവാ. യോ കാലിന്റെ വെള്ളം തിരുമ്പണ്ട. യോ ഉറക്കത്തൂല. എന്തോ പറയാ. ആ മതി മതി. യോ എന്തിനാ ഇതിനെയൊക്കെ വിളിക്കുന്ന, അടിക്കുകയും ചെയ്യുന്നു കണ്ടോ. അയ്യോ തലയൊന്ന് നമുക്കെണ്ണ, തലവേദന എടുക്കുന്നു. അയ്യോ രാധണ്ട, തലയൊന്ന് നമുക്കെണ്ണ. ഓ രാധണ്ട. നോ രാധണ്ണോ. ദാണ്ടല്ലേ സ്ലാവേലൊരു കുപ്പി ഇരിക്കുന്നു. ആ ദാണ്ടെങ്കിൽ ഇവിടെ പോണ്ട പോണ്ട. എൻ്റെ തലയൊന്ന് തിരുമിക്ക്. അവിടെ കുപ്പിയില്ല, ഒന്നുമില്ല. എൻ്റെ കൈ തലയൊന്ന് തിരുമ, തലവേദന എടുക്കുന്നു. കുപ്പി എന്ന് പറഞ്ഞപ്പോൾ എണീറ്റ്. മോനെ ഐഡിയ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ആഹാ അപ്പൊ വേദന ഇല്ലേ? ഒന്നും ഇല്ലായിരുന്നു. പറ്റിയില്ലായിരുന്നല്ലോ ഇവിടെ നന്ദു.